ഹലോ, ഇത് നല്ലൊരു ചോക്ലേറ്റ് ഡെസേർട്ടാണേ. ഇത് ഭയങ്കര സ്വീറ്റൊന്നുമല്ല, നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റിൽ വരുന്നതാണ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് ബേസായിട്ട് എടുത്തിട്ടുള്ള. അത് ഒരു 12 പീസ് ഉണ്ട്. അത് നല്ലോണം പൊടിച്ചിട്ട് എന്താക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഈ ബിസ്ക്കറ്റിൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത വാൾനട്ടാണ് ചേർക്കുന്നത്. അതിനൊന്നും അളവൊന്നുമില്ല, കൂട്ടവും കുറക്കെല്ലാം ചെയ്യാം. അതും ചേർത്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന ട്രേയിൽ ബേസായിട്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു പുഡിങ് ട്രേയിലും പിന്നെ ചെറിയ 2 കപ്പിലുമാണ് ചെയ്യുന്നത്. ഇത് നല്ലോണം പ്രസ് ചെയ്തിട്ട് ബേസ് സെറ്റാക്കി എടുക്കാം. നല്ലോണം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, അതും 3 ടീസ്പൂണ് കൊക്കോ പൗഡറില്ലേ അതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം കട്ടയൊന്നുമില്ലാണ്ട് മിക്സ് ആക്കണം. അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ, ചെറിയൊരു 1/2 ടേബിൾ സ്പൂൺ അങ്ങനെയല്ലേ ഉണ്ടാവും, ബട്ടറും കൂടി ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഇത് ചൂടാകുമ്പോൾ തന്നെ നല്ല കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ട ഒടിച്ചു. ഇനി അതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. ഞാനിതാ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ 2 ടീസ്പൂണ് കോൺഫ്ലോറും നേരത്തെ പോലെ തന്നെ ചെറിയൊരു പീസ് ബട്ടറും 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട്, ചോക്ലേറ്റ് ഇട്ടുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവും, 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഇത് നേരത്തെ പോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കണേ. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതാണേ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിൽ 3rd ലെയറായിട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം.
ഇതിന് പകരം ബൂസ്റ്റ് വേണ്ടിക്കലും ഇടാം. ഇനിയിത് നല്ലോണം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ ഒരു 3-4 മണിക്കൂറെല്ലാം വെച്ചാൽ മതിയാവേ. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ നല്ല ക്രിസ്പിയും, സെക്കൻഡ് ലെയർ ഒരു മോസിൻ്റെ എല്ലാം ഒരു ടെക്സ്ചറിലും, തേർഡ് ലെയർ കുറച്ച് ക്രീമി ആയിട്ടാണ്. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ എല്ലാം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾ കണ്ണും പൂട്ടി ഉണ്ടായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഓക്കെ, ബൈ.